ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും പലപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ടേബിൾ ഇൻസെർഷൻ. ടേബിളിൽ വളരെയധികം യൂട്ടിലിറ്റി ഉള്ള വേർഡ് തരുന്ന ഒരു യൂട്ടിലിറ്റിയാണ് ടേബിൾ. ഒരുവിധം ഫോർമാറ്റുകളും ഒരുവിധം ഫോംസ് ആൻഡ് എന്താ പറയുക ഡിസൈനുകളെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ധാരാളമായിട്ട് ടേബിൾ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. എന്നാൽ വളരെയധികം ആളുകൾ ഇപ്പോഴും ഒരുപാട് തരത്തിൽ ഈ ടെക്സ്റ്റുമായിട്ട് ഒരുപാട് മല്ലടിച്ചുകൊണ്ടാണ് പലപ്പോഴും പല ഡോക്യുമെൻറ്റേഷനും തയ്യാറാക്കുന്നത്. ആവശ്യമില്ലാത്ത തരത്തിൽ സ്പേസ് ബാർ ഉപയോഗിച്ചും എൻ്റർ കീ ഉപയോഗിച്ചുമാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്നാൽ ടേബിളിനെ യഥാവിധം കൺട്രോൾ ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ഒരുപാട് സാധ്യതകളാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഈ ടേബിളിൽ ഒരു ടേബിൾ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മളുടെ ടെക്സ്റ്റിനെ, അതായത് ഇപ്പോഴിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ മാർജിനിലേക്ക് എങ്ങനെ ഫിറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതുപോലെ തന്നെ 1-2 ഓപ്ഷൻസും ഈ പാഠത്തിലൂടെ നോക്കാം. ഇപ്പോൾ ഞാനൊരു ടേബിൾ ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിനായിട്ട് കീബോർഡിൽ ആൾട്ട് എൻ ടി പ്രസ് ചെയ്യുക. ആൾട്ട് എൻ ടി. അപ്പോൾ ഇൻസെർട്ട് ടാബിൽ ടേബിൾ വരും. എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കള്ളിയുള്ള ഒരു ടേബിളാണ് വരുന്നത്. ഇവിടെ ഈ ടേബിളിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാർജിനിൽ നിന്നും ഒരു ഭാഗം ഒരല്പം ഇത് ഇങ്ങോട്ട് നീക്കിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഈ ഭാഗത്തെ ആണ് നമ്മൾ അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത്. അതായത് ടെക്സ്റ്റ് വല്ലാതെ ലൈനിലോട് ചേർന്ന് നിൽക്കേണ്ടതില്ല എന്നുകൊണ്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു നിയർലി 0.08 ഇഞ്ചായിരിക്കും ഈ കാണുന്ന ഗ്യാപ്പ് വരുന്നത്. ഈ ഗ്യാപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലൈന് ഇതോട് ചേർന്ന് നിൽക്കും. നമുക്കത് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് റൈറ്റ് മൗസ് ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടേബിളിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേബിൾ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഈ ഓപ്ഷൻസിലൂടെ ഇവിടെ കാണുന്ന ഡിഫോൾട്ട് സെൽ മാർജിൻസിൽ ടോപ്പിലും ബോട്ടത്തിലും 0 ആണ്. എന്നാൽ ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0.08 ഇഞ്ച് മാർജിൻ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും 0 ആക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഭാഗം, അതായത് 2 ഭാഗവും അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഒഴിവാക്കുകയാണ് കുറേ കൂടി നല്ലത്. കാരണം എന്താ വെച്ചാൽ ഈ ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് ഇടുന്ന ഈ ലൈന് ഇങ്ങോട്ട് അല്പം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് കുറേ കൂടി നന്നായിട്ട് വരിക, ഈ ലൈൻ ആവശ്യമാണെങ്കിൽ. കാരണം അല്ലെങ്കിൽ ലൈനിനോട് തൊട്ട് ചേർന്നായിരിക്കും എന്താ പറയുക ആ സ്പേസിങ് കിടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ശീലിക്കാം. ഒരു ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കീബോർഡിൽ ടാബ് പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത എത്ര ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം.